നമസ്കാരം. SSC മലയാളിയുടെ കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ആദ്യം നോക്കുന്നത് കാനൻസ് 2024 ഇത് കഴിഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് പയാൽ കപാഡിയ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു അവരുടെ മൂവിയാണ് ഓൾ വി ഇമാജിൻ അസ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ തന്നെ, അതായത് കാനൻസ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഗ്രാൻഡ് പ്രിക്സ് ഇന്ത്യക്ക് കിട്ടുന്നത്. ഈ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഹയസ്റ്റ് അവാർഡാണ് കാനൻസ് ഫിലിം ഫെസ്റ്റിവലിൽ. അപ്പോ ഓൺലി ഇന്ത്യൻ ഫിലിം എവർ വിൻ ദ പാംഡോർ. അതിന്റെ വേറൊരു ഈ ഗ്രാൻഡ് പ്രിക്സിന്റെ വേറൊരു പേരാണ് പാംഡോർ എന്ന് പറയുന്നത്. ഇത് ചേതൻ ആനന്ദിന്റെ നീച്ച നഗർ എന്ന് പറയുന്നത് 1946 ഓക്കെ. ഇപ്പൊ മൃണാൾ സെന്നിന്റെ ഡൊമസ്റ്റിക് ഹെൽത്ത് ഡ്രാമ ആയിട്ടുള്ള ഖാരിജ് ജൂറി പ്രൈസ് 1983 നേടിയിരുന്നു. 1994 മലയാളം ഡയറക്ടർ ഷാജി എൻ കരുണിന്റെ സ്വഹം എന്ന് പറയുന്ന ഒരു മൂവി, അതാണ് ഇന്ത്യയിൽ നിന്ന് പാംഡോറിലേക്ക് ലാസ്റ്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്ത ഒരു മൂവി. പിന്നെ അമേരിക്കൻ ഡയറക്ടർ സിയാൻ ബേക്കറിന്റെ അനോറ എന്ന് പറയുന്ന മൂവിയിൽ പാംഡോർ കാനൻസിന്റെ ടോപ്പ് പ്രൈസ് ലഭിച്ചിരുന്നു. അനസൂയ സെൻഗുപ്ത ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ബെസ്റ്റ് ആക്ട്രസ് അറ്റ് കാനൻസ്. അനസൂയ സെൻഗുപ്ത എന്ന് പറയുന്നത് കൽക്കട്ടയിൽ നിന്നുള്ള ഒരു ലേഡിയാണ്, ഇന്ത്യൻ ലേഡിയാണ്. അവർക്ക് കാനൻസിൽ ദ ഷെയിംലെസ് എന്ന് പറയുന്ന മൂവിയിലെ പെർഫോമൻസിന് വേണ്ടി ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി. അനസൂയ ആണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് കിട്ടുന്ന ഒരു വ്യക്തി. ഈ ഫിലിം ഡയറക്ട് ചെയ്തതും റിട്ടേൺ ചെയ്തതും ബൾഗേറിയൻ ഫിലിം മേക്കർ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ ബൊജനോവ് ആണ്. ഇന്ത്യൻ ഫിലിം സൺഫ്ലവേഴ്സ് ആണ് ഫസ്റ്റ് വൺസ് ടു നോ വോൺ ദി ഫസ്റ്റ് പ്രൈസ് ഈ പറയുന്ന ലാ സിനഫ് സെലക്ഷൻ ഈ വർഷത്തെ കാനൻസിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നു. ഇനി തേർഡ് പ്രൈസ് ഓഫ് ലാ സിനഫ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് മാൻസി മഹേശ്വരിയുടെ അനിമേഷൻ ഫിലിം ആയിട്ടുള്ള ബണ്ണി ഹുഡിനാണ് കിട്ടിയത്. മഹേശ്വരി എന്ന് പറയുന്നത് നിറത്തിൽ ബോൺ ചെയ്ത നിഫ്റ്റ് ഡൽഹിയിൽ ഒരു എക്സ് സ്റ്റുഡന്റ് ആണ്. അതുപോലെ UK നാഷണൽ ഫിലിം ആൻഡ് ടെലിവിഷൻ സ്കൂളിലെയും ഒരു സ്റ്റുഡന്റ് ആണ്. അവിടെ നിന്നാണ് ഈ ഫിലിം മേക്ക് ചെയ്തത്. India Simran Sharma wins gold medal at World Para Athletic Championship in Kobe, Japan. അപ്പൊ നമുക്കറിയാം ജപ്പാനിലെ കോബയിൽ വെച്ചിട്ടാണ് നമ്മുടെ പാരാ ഒളിമ്പിക്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് ഇന്ത്യയിലെ സിമ്രാൻ ശർമ്മയ്ക്ക് വുമൺസ് 200 മീറ്റർ T12 ഇവന്റിന് ഗോൾഡ് മെഡൽ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മൊത്തത്തിൽ കൺക്ലൂഡ് ചെയ്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ 17 മെഡൽസ് ആണ് സെക്യൂർ ചെയ്തത്. അതിൽ 6 ഗോൾഡ് ആണ്. 6th പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. Barcelona beats Lyon and retains Women's Champions League crown. So ബാഴ്സലോണ കഴിഞ്ഞ 4 വർഷമായിട്ട് വുമൻസ് ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പാണ്. അപ്പോൾ ഇപ്പോഴും ഈ തേർഡ് വുമൻസ് ചാമ്പ്യൻസ് ലീഗിലും ലയോണിനെ ബീറ്റ് ചെയ്തുകൊണ്ട് ബാഴ്സലോണ വിൻ ചെയ്തിരിക്കുകയാണ്. വൈസ് അഡ്മിറൽ ഗുർശരൺ സിംഗ് ടേക്സ് കമാൻഡ് ഓഫ് NDA. NDA എന്ന് പറയുന്നത് നാഷണൽ ഡിഫൻസ് അക്കാദമി ആണ്, നമുക്കറിയാം. വൈസ് അഡ്മിറൽ അജൽ കോച്ചാർ നിന്നാണ് അവരായിരുന്നു ഇതിന് മുന്നത്തെ വൈസ് അഡ്മിറൽ. അതിനുശേഷം ഇപ്പൊ പുതിയതായിട്ട് വന്ന ആള് ഗുർശരൺ സിംഗ് ആണ്. കമാൻഡന്റ് ആണ് നാഷണൽ ഡിഫൻസ് അക്കാദമി. നാഷണൽ ഡിഫൻസ് അക്കാദമി നമുക്കറിയാം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മിലിറ്ററി അക്കാദമിയാണ്. അവിടെയാണ് നമ്മുടെ ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിലെ ഓഫീസേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത്, മെയിൻ ആയിട്ട് ആർമി, നേവി, എയർഫോഴ്സസ്. ഇതിന്റെ ലൊക്കേഷൻ കാഡക് വാസ്ല എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അത് പൂനെയിലാണ്, മഹാരാഷ്ട്രയില്. മോട്ടോ, അതായത് ഇന്ത്യയുടെ അക്കാദമിയുടെ മോട്ടോ എന്ന് പറയുന്നത് സേവ പരാമോ ധർമ്മ എന്നുള്ളതാണ്, സർവീസ് ബിഫോർ സെൽഫ്. ഐഡോൾ വിങ് CID to bring back dancing Krishna idols in Thailand. അപ്പൊ ഐഡോൾ വിങ് IWCID തമിഴ്നാട് പോലീസിന്റെ ആണ്. അവര് ചോള ഏറിയയിൽ ഒരു ബ്രോൺസ് ഐഡിയോൾ, അതിനെ കാളിയ കൽക്കി അല്ലെങ്കിൽ കാളിയ നർത്തന കൃഷ്ണൻ, വിച്ച് മീൻ ഡാൻസിങ് കൃഷ്ണ എന്നുള്ള ഒരു ബ്രോൺസ് ഐഡോള്. അത് ബാങ്കോങ്ങിലാണ്. നമ്മളത് ഇവിടുന്ന് കുറെ വർഷങ്ങൾക്ക് മുന്നേ സ്റ്റോൾ ചെയ്ത് പോയതാണ്. അത് ബാങ്കോങ്ങിൽ ഇപ്പൊ നമ്മൾ റിക്കവർ ചെയ്തു. അപ്പൊ നമ്മളത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. പ്രസന്റ് ആ ഐഡിയയുടെ വാല്യൂ എന്ന് പറയുന്നത് $3.5 മില്യൺ ആണ്. അപ്പൊ ഇത് ബ്രോൺസ് ഐഡിയകളുടെ തന്നെ വളരെ റയർ ആയിട്ടുള്ള വേരിയന്റ് ആണ്. അത് ഫൈൻ ആർട്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് തായ്ലൻഡ് ആണ് നമുക്കത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ ചിറാപുഞ്ചി ഗിൽ secures top honor at Global Spirits Masters Competition. അപ്പൊ ചെറാപുഞ്ചി ഈസ്റ്റേൺ ക്രാഫ്റ്റ് ഗിൽ ഒരു ഹോം ഗ്രോൺ സ്പിരിറ്റ് ആണ് മേഘാലയയിൽ നിന്നുള്ളത്. ഗ്ലോബൽ സ്പിരിറ്റ് മാസ്റ്റേഴ്സ് കോമ്പറ്റീഷനിൽ അവർക്ക് ടോപ്പ് ഓണർ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഗിൻ എന്ന് പറയുന്നത് 110 ബ്രാൻഡ്സ് ഔട്ട്ഷൈൻ ചെയ്യുന്നുണ്ട് 55 കൺട്രീസിൽ നിന്നായിട്ട്. ഇത് ഫീച്ചർ ചെയ്യുന്ന ലണ്ടൻ വൈൻ ഫെയർ ആണ് May 21, 2024 യുണൈറ്റഡ് കിങ്ഡത്തിൽ വെച്ചിട്ട്. അതിനകത്ത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള
ഗ്ലോബൽ സ്പിരിറ്റ് ഇൻഡസ്ട്രിയിലേക്ക് കുറെ ഫ്ലേവേഴ്സ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കീ ഇൻഗ്രീഡിയൻസ് പറയുന്നത് നമ്മുടെ മേഘാലയയിൽ നിന്നുള്ള GI ടാഗ് ആയിട്ടുള്ള കാസി മാൻഡാറിൻ, അതുപോലെ അസാമിൽ നിന്ന് GI ടാഗ് ആയിട്ടുള്ള കാജി നെമു ടീ. കാജി നെമു എന്ന് പറയുന്നത് ലെമൺ ആണ്. മറ്റ് ഇൻഗ്രീഡിയൻസും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. COVID-19 erases decade of life expectancy gain. അപ്പം ഗ്ലോബൽ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് കുറെ ഡിക്കേഡ് ആയിട്ട് അത് അതിന്റെ ഒരു ഗെയിൻ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം COVID-19 പാൻഡമിക് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആവറേജ് ഏജ് ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ എക്സ്പെക്ടഡ് ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 71.4 ഇയേഴ്സ് ആണ്. അത് 2012 വളരെ അതിന് മുന്നത്തിനേക്കാളും നോക്കാൻ ഭയങ്കര ലോവസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ 2019-2021 ഗ്ലോബൽ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 1.8 ഇയേഴ്സ് ഫെൽ ചെയ്തിട്ട് 71.4 ഇയേഴ്സ് ആയിരുന്നു. അപ്പൊ ഹെൽത്തി ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് 1.5 ഇയേഴ്സ് ഡിക്ലൈൻ ചെയ്ത് 61.9 ഇയേഴ്സ് ആയിരുന്നു. WHO വേൾഡ് ഹെൽത്ത് സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ടാണ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അമേരിക്കയും സൗത്ത് ഈസ്റ്റ് ഏഷ്യ റീജിയൻസ് ആണ് വളരെ ഹിറ്റ് ആയിട്ട് ഇതുകൊണ്ട് ഹാർഡസ്റ്റ് ഹിറ്റ് കിട്ടിയത്. അതായത് ലൈഫ് എക്സ്പെക്ടൻസി അവരുടെ 3 വർഷമാണ് ഡ്രോപ്പ് ആയത്. ഇന്തോനേഷ്യസ് മൗണ്ട് ഇപ്പു ഇറപ്റ്റഡ് എഗെയിൻ. അപ്പൊ ഒരു വോൾക്കാനോ ആണ് ഈ മൗണ്ട് ഇപ്പു എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്തോനേഷ്യ ഒരുപാട് വോൾക്കാനോസ് ഉള്ള സ്ഥലമാണ്. ഇന്തോനേഷ്യ ഒരു ഐലൻഡ് ആണ്, ഹാൽമഹേറ എന്ന് പറയുന്ന ഒരു ഐലൻഡ്. ഈ ഹാൽമഹേറ എന്ന് പറയുന്ന ഐലൻഡിലാണ് ഈ പറയുന്ന മൗണ്ട് എബു എന്ന് പറയുന്ന ഈ ഒരു വോൾക്കാനോ സ്ഥിതി ചെയ്തത്. അവിടെ നിന്ന് ഒരു ഗ്രേ ആഷ് ക്ലൗഡ് സ്കൈയിൽ അപ്പിയർ ആയി. അപ്പോ നമുക്ക് മനസ്സിലാക്കാം ആ മൗണ്ട് എബു എന്ത് ചെയ്തു, അത് ഇറപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു 4 കിലോമീറ്റർ അല്ലെങ്കിൽ 2.5 മൈൽസ് ആയിട്ടാണ് ഒരു പർപ്പിൾ ലൈറ്റനിങ് ആണ് ഈ ഒരു ഇറപ്റ്റ് ചെയ്ത ഈ ഒരു വോൾക്കാനോയുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ ഇബു എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് സ്ട്രാറ്റോ വോൾക്കാനോ ആണ്. നോർത്ത് വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഹാൽമഹേറ ഐലൻഡിലാണ് കാണുന്നത്, ഇന്തോനേഷ്യയിൽ. സ്ട്രാറ്റോ വോൾക്കാനോയുടെ മറ്റൊരു പേര് കമ്പോസിറ്റ് വോൾക്കാനോ എന്നാണ്. ഇബുവിന്റെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇന്തോനേഷ്യയിലെ പല ഡിഫറെന്റ് വോൾക്കാനോസിന്റെ ഇറപ്ഷൻസ്, സീരീസ് ഓഫ് ഇറപ്ഷൻസ് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് കാണുന്നത്. ആ പസഫിക് റിംഗ് ഓഫ് ഫയറിൽ തന്നെ 127ഓളം ആക്റ്റീവ് വോൾക്കാനോസ് പ്രസന്റ് ആണ്. വേൾഡ് ക്ലോക്സ് മേ സൂൺ സ്കിപ്പ് എ സെക്കൻഡ് ആസ് എർത്ത് സ്പിൻസ് ഫാസ്റ്റ്. അപ്പൊ ഫസ്റ്റ് ടൈം ഹിസ്റ്ററിയിൽ ടൈം കീപ്പേഴ്സ് പറയാണ് വേൾഡിന് ഒരു സെക്കൻഡ്, ഒരു സബ്സ്ട്രാക്ടിങ് സെക്കൻഡ് നമ്മുടെ ക്ലോക്കിൽ നിന്ന് നമുക്ക് ലോസ് ആകും, നമുക്ക് സ്കിപ്പ് ആകും എന്നുള്ളത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലിറ്റിൽ ഫാസ്റ്റ് ആയിട്ട് പ്ലാനറ്റ് സ്പിൻ ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ടാണ്. അപ്പൊ ക്ലോക്ക് എന്ന് പറയുന്നത് നീഡ് ടു സ്കിപ്പ് എ സെക്കൻഡ്, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ലീപ് സെക്കൻഡ് എന്ന് പറയുന്നത്. അറൌണ്ട് 2029 ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്യും. ജേർണൽ നേച്ചറിലാണ് ഇതിനെ കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ട് വന്നത്. അപ്പൊ 1000 ഓഫ് ഇയേഴ്സ് ആയിട്ട് എർത്ത് എന്ന് പറയുന്നത് ജനറലി സ്ലോയിങ് ഡൗൺ ആണ് കാണിക്കുന്നത്. പക്ഷെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് പീരീഡ് ടു പീരീഡ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ സ്ലോ ഡൗൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ടൈഡിന്റെ എഫക്ട് കൊണ്ടാണ്, അതായത് മൂൺ പുൾ ചെയ്യുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് പോസിറ്റീവ് ലീപ് സെക്കൻഡ് ഉണ്ട്, നെഗറ്റീവ് ലീപ് സെക്കൻഡ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് പോസിറ്റീവ് ലീപ് സെക്കൻഡ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. പറയുന്നതിന് 2 വേർഷൻസ് ഉണ്ട്, ആസ്ട്രോണമിക്കൽ ടൈം ഉണ്ട്, അറ്റോമിക് ടൈം ഉണ്ട്. ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തമ്മിൽ കറസ്പോണ്ടന്റ് എന്നല്ല, ദേ ഡിഡ് നോട്ട് കറസ്പോണ്ട് ടു ഈച്ച് അതർ എന്ന് നമുക്ക് പറയാം. എല്ലാ ദിവസവും ആസ്ട്രോണമിക്കൽ ടൈം ആറ്റോമിക് ടൈമിന് ലാഗ് ബിഹൈൻഡ് ചെയ്താണ് വരുന്നത്. കുറച്ച് ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സിന് വ്യത്യാസം വരുന്നുണ്ടാവും. ഈ ഡെയിലി ഫ്രാക്ഷൻസ് ഓഫ് സെക്കൻഡ്സ് എന്ന് പറയുന്നത് ആഡപ്പ് ചെയ്ത് ഒരു ഓൾ സെക്കൻഡ്സ് ആവും കുറെ വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഇത് 1972 സ്റ്റാർട്ട് ചെയ്ത് ഇന്റർനാഷണൽ ടൈം കീപ്പേഴ്സ് ഡിസൈഡഡ് ടു ആഡ് ഈ ലീപ് സെക്കൻഡിന് ജൂൺ അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോൾ ആഡ് ചെയ്യാനാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ആസ്ട്രോണമിക്കൽ ടൈമിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിന് സോളാർ ടൈം അല്ലെങ്കിൽ എർത്ത് റൊട്ടേഷൻ ടൈം എന്നൊക്കെ പറയും. അപ്പൊ ഇത് ആറ്റോമിക് ടൈമിലേക്ക് കാച്ചപ്പ് ചെയ്യും. ഇതിനെ മൊത്തത്തിൽ കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈം എന്നാണ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ലീപ് സെക്കൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്? 23 hours 59 minutes 58 seconds. നെക്സ്റ്റ് എന്താവും? 9 minutes 59 seconds ആവും. നെക്സ്റ്റ് 59 minutes 60 seconds ആവും. അത് കഴിഞ്ഞാൽ പിന്നെ എന്താവും? മൊത്തം എന്താവും? 12 ആവും. 12 ആവുമ്പോൾ നമ്മൾ 000 എന്നാണ് കാണിക്കുക. ഓക്കെ, 1972 2006 ഇടയിൽ 27 സെപ്പറേറ്റ് ലീപ് സെക്കൻഡ്സ് ആണ് എർത്ത് സ്ലോ ഡൗൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആഡ് ഓൺ ചെയ്ത് കിട്ടിയത്, ആഡഡ് ആയിട്ട് വന്നത്. പക്ഷേ ഈ പേസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് സ്പീഡിംഗ് അപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്പീഡ് അപ്പ് ചെയ്യാൻ തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന്റെ ഹോട്ട് ലിക്വിഡ് കോർ കാരണമാണ് സ്പീഡ് അപ്പ് ചെയ്യുന്നത്. അതായത് ഒരു ബിഗ് ബോൾ ഓഫ് മോൾട്ടൺ ഫ്ലൂയിഡ് അതിന്റെ സെന്ററിലുണ്ട്. അപ്പൊ അത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ആക്ട് ചെയ്യും, ഫോളും ഫ്ലോസും ഒക്കെ വെച്ചിട്ട്. അങ്ങനെയാണ് ഈ സ്പീഡിന്റെ വ്യത്യാസം വരുന്നത്.
ഈ കോർ എന്ന് പറയുന്നത് നമ്മുടെ ആക്സിലറേഷൻ ട്രിഗർ ചെയ്യും ഒരു അബൌട്ട് 50 ഇയേഴ്സിലേക്ക്. അപ്പൊ റാപ്പിഡ് ആയിട്ടുള്ള ഐസ് മെൽറ്റിംഗ് നടക്കും പോൾസിൽ. സിൻസ് 1990 മുതൽ ഇത് ഈ എഫക്ട് മാസ്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പത്തറ്റിക്കലി എർത്തിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻലി സ്പീഡപ്പ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് ലീപ് സെക്കൻഡ് മൈറ്റ് ബി നീഡഡ് ആണ്. അതായത് ഇതിനകത്ത് ഒരു സെക്കൻഡ് സ്കിപ്പ് ചെയ്യുന്നതാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു സീക്വൻസ് ഇങ്ങനെ നോക്കുകയാണ് 23 അവേഴ്സ് 59 സെക്കൻഡ്സ് 58. അത് ഡയറക്ട്ലി 12 അതായത് 000000യിലേക്ക് പോവാണ്. അപ്പൊ 23 minutes 59 minutes 23 hours 59 minutes 59 seconds നമുക്ക് അവിടെ സ്കിപ്പ് ആയി. അതാണ് നെഗറ്റീവ് ലീപ് സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു നെഗറ്റീവ് ലീപ് നോ നെഗറ്റീവ് ലീപ് സെക്കൻഡ്സ് ഹാവ് ബീൻ ഇംപ്ലിമെന്റഡ് സോ ഫാർ. ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. ഈ പ്ലാൻ എന്ന് പറയുന്നത് ഈ ലീപ് സെക്കൻഡിനെ ആദ്യമായിട്ട് റിമൂവ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ആണ് 2026. അപ്പൊ ഈ ചേഞ്ചിനെ നമ്മൾ നെഗറ്റീവ് ലീപ് സെക്കൻഡ് എന്നാണ് പറയുന്നത്. അപ്പൊ റീസെന്റ് സ്റ്റഡി പ്രകാരം ഈ മെൽറ്റിംഗ് ഓഫ് ഐസ് അന്റാർട്ടിക്കയിൽ നിന്നും ഗ്രീൻലാൻഡിൽ നിന്നൊക്കെ ആക്സിലറേറ്റ് ചെയ്യുന്നത് ഈ ബ്രേക്ക് ആക്ട് ലൈക്ക് ബ്രേക്ക്. അപ്പൊ ഇത് ഈ റൊട്ടേഷൻ ബാക്ക് ഡൗൺ സ്ലോ ചെയ്യിക്കും. പൊട്ടൻഷ്യലി ഈ നെഗറ്റീവ് ലീപ് സെക്കൻഡിന്റെ നീഡ് ഡിലേ ചെയ്യിക്കും. അപ്പൊ 2029 അല്ലെങ്കിൽ ലേറ്റർ വരെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ഒരു ഡിലേ ചെയ്യിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. റിച്ചാർഡ് ഷെർമാൻ, സോങ് റൈറ്റർ ബിഹൈൻഡ് ഡിസ്നി ഹിറ്റ്സ് ഡൈസ് അറ്റ് 95 പറയുന്നത് one half of the prolific award-winning pair of brothers who helped form millions of childhood by penning the instantly memorable songs for Mary Poppins, The Jungle Book, Chitty Chitty Bang Bang, as well as the most played tune on earth, It's a Small World, has died. അതായത് ഒരു രണ്ട് അവാർഡ് വിന്നിംഗ് ആയിരുന്ന ഒരു പെയർ ഓഫ് ബ്രദേഴ്സ് ഉണ്ട്. അതിലൊരാൾ റിച്ചാർഡ് എം ഷെർമാൻ. അദ്ദേഹം ഡിസ്നിക്ക് വേണ്ടിയിട്ട് സോങ് റൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറെ സോങ്സ് ഉണ്ട്. മാരി പോപ്പിൻസ്, ജംഗിൾ ബുക്കിന് വേണ്ടിയിട്ട് എഴുതിയ സോങ്സ്, ചിറ്റി ചിറ്റി ബാങ് ബാങ് എന്ന് പറയുന്ന സോങ് ഒത്തിരി കൂടുതൽ പ്ലേ ചെയ്ത ഒരു സോങ് ആണ് ഇറ്റ്സ് എ സ്മോൾ വേൾഡ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതെല്ലാം എഴുതിയ ഒരു സോങ് റൈറ്റർ അന്തരിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഷെർമാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ലൈറ്റ് ബ്രദർ റോബർട്ടുമായിട്ട് ചേർന്നിട്ട് 2 അക്കാദമി അവാർഡ്സ് വാൾട്ട് ഡിസ്നിയുടെ 1965 സ്മാഷ് ആയിട്ടുള്ള മേരി പോപ്പിൻസിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് സ്കോർ ആൻഡ് ബെസ്റ്റ് സോങ് ചിം ചിം ചീരി എന്ന് പറയുന്ന ഒരു സോങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് അവാർഡ് കിട്ടി, അക്കാദമി അവാർഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 28 മെയ് വേൾഡ് ഹങ്കർ ഡേ ആണ്. എല്ലാ വർഷവും വേൾഡ് ഹങ്കർ ഡേ ഒബ്സർവ് ചെയ്യുന്നത് മെയ് 28-നാണ്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ത്രൈവിംഗ് മദേഴ്സ് ത്രൈവിംഗ് വേൾഡ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഡേ എയിം ചെയ്യുന്നത് മെയിൻ ആയിട്ട് മില്യൺസ് ഓഫ് പീപ്പിൾസ് നമുക്കറിയാം പ്രോപ്പർ ന്യൂട്രീഷൻ ഒന്നും കിട്ടാതെ ഭയങ്കരമായിട്ട് ഹങ്കർ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനുവേണ്ടി ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദീപ കർമാക്കർ clinches India's first ever gold medal in women's pole vault at Asian Championship in Tashkent. അപ്പോൾ ദീപ കർമാക്കർ ബ്രോൺസ് മെഡൽ ആണ് കരസ്ഥമാക്കിയത്. ഗ്ലാസ്ഗോവിൽ വെച്ച് കോമൺവെൽത്ത് ഗെയിമിൽ 2014 ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയിരുന്നു. അവരാണ് ആദ്യമായിട്ടുള്ള ഒരു ഫീമെയിൽ ജിംനാസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സിൽ കോമ്പീറ്റ് ചെയ്തത്. അതുപോലെ റിയോ 2016 ഒരു വോൾട്ട് ഇവന്റിൽ 4th ആയിരുന്നു. അപ്പൊ ഇപ്പോ വുമൺസ് പോൾ വോൾട്ട് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ആണ് അവര് കരസ്ഥമാക്കിയത്. ആദ്യത്തെ ഇന്ത്യൻ ആണ് ഈ ഒരു അവാർഡ് നേടുന്നത്. ഇപ്പോ ഇന്റർനാഷണൽ ജിംനാസ്റ്റിക് കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യനും കൂടിയായിരുന്നു അവര്. ഇപ്പോ വുമൺസ് വേൾഡ് ഗോൾഡ് മെഡൽ 2018 FIG വേൾഡ് കപ്പില് മെർസിൻ ടർക്കിയിൽ വെച്ച് നടന്നെടുത്ത് അവർ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരുന്നു. ദീപ കർമാക്കർ ഇന്ത്യയുടെ ഹയസ്റ്റ് സ്പോർട്സ് അവാർഡ് ആയിട്ടുള്ള രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്, ഇപ്പൊ അത് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് എന്നാണ് അറിയപ്പെടുന്നത്. 2016 അവർക്ക് അവാർഡ് കിട്ടിയിരുന്നു. അതുപോലെ ഇന്ത്യയിലെ 4th ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള പത്മശ്രീ 2017 കൊടുത്തവരെ ഓണർ ചെയ്തിരുന്നു. KKR ലിഫ്റ്റ് their 3rd trophy in IPL. ക്രിക്കറ്റിലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അവരുടെ 3rd IPL ട്രോഫി, അതായത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ട്രോഫി അവര് നേടിയിരിക്കുകയാണ്. 8 വിക്കറ്റിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് അവര് തോൽപ്പിച്ചത്. ഇപ്പോ മിച്ചൽ സ്റ്റാർക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ ഒരു പ്ലെയർ ആണ്.
Shahid Afridi appointed as ICC Men's 2020 World Cup brand ambassador. Former Pakistan captain ആയിട്ടുള്ള ഷാഹിദ് അഫ്രിദി ICC Men's 2020 World Cup 2024 ലേറ്റസ്റ്റ് അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. US ഉം വെസ്റ്റ് ഇൻഡീസിലും it's set to be held in US and West Indies from June 1st. Afridi joins Yuvraj Singh, Chris Gayle and Usain Bolt. അപ്പൊ ഇവര് 4 പേരുമാണ് ബ്രാൻഡ് അംബാസിഡേഴ്സ്. അഫ്രിദി ജോൺ, യുവരാജ് സിംഗ്, ക്രിസ് ഗെയിൽ, ഉസൈൻ ബോൾട്ട്. ഇവരെല്ലാം ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണ് അംബാസിഡേഴ്സ് ആയിട്ട് ചൂസ് ചെയ്തത് 2020 വേൾഡ് കപ്പിലേക്ക് വേണ്ടിയിട്ട്. Government extends tenure of Army Chief General Manoj Pandey by 1 month. അപ്പോൾ up to 13th June വരെയാണ് ഇദ്ദേഹത്തിന്റെ ടെന്യൂർ ഗവൺമെന്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തത്. അദ്ദേഹം ആർമി ചീഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് 13th April 2022 അദ്ദേഹം ഡിസംബർ 1982 ഹി വാസ് കമ്മീഷൻ ഇൻ ഡിസംബർ 1982 ഇൻ കോർപ്സ് ഓഫ് എഞ്ചിനീയർ ബോംബെ സാപ്പേഴ്സ്. അദ്ദേഹത്തിന്റെ ടെന്യൂർ ഇൻക്രീസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് റിസർച്ച് ടെസ്റ്റ് ബെഡ് ടു ബി ഡിപ്ലോയ്ഡ് ടു സ്റ്റഡി നോർവെസ്റ്റേഴ്സ്. ഇപ്പോൾ മെറ്റീരിയോളജിസ്റ്റ് സൂൺ ഒരു ഡ്രോൺസ് ഡിപ്ലോയ് ചെയ്യാൻ പോവാണ്. മൊബൈൽ ഫോൺസ് ആൻഡ് ഹൈ എൻഡ് ഇൻസ്ട്രുമെന്റ്സിലൊക്കെ എന്തിനു വേണ്ടി വെച്ചാൽ നോർവെസ്റ്റേഴ്സിനെ ട്രാക്ക് ചെയ്യുന്നതിനും ഈസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റേൺ റീജിയൻസിലെ ഇന്ത്യൻ എവറി സമ്മർ ഏപ്രിൽ ജൂൺ സമയത്ത് അഫക്ട് ചെയ്യുന്ന നോർവെസ്റ്റേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏർലി സമ്മർ മന്തിന്റെ മാർച്ച് ഏപ്രിൽ സമയത്ത് ഡേ ടൈമിൽ ലാൻഡ് മാസ് ഹീറ്റ് ചെയ്യുമ്പോൾ റീജിയൻസിൽ കൺവെക്ഷൻ ട്രിഗർ ചെയ്യും. ഓർ സം ഏരിയാസ് ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, സബ് ഹിമാലയൻ, വെസ്റ്റ് ബംഗാൾ റീജിയൻസിലൊക്കെ. അപ്പൊ ഇവിടെ തണ്ടർസ്റ്റോം ഇവന്റ്സ് യൂഷ്വലി പ്രിവൈഡ് ചെയ്യാറുണ്ട് 2 to 4 hours വരെ ലേറ്റ് ആഫ്റ്റർനൂൺ അവേഴ്സിലാണ് നടക്കുക. സൺസെറ്റിന് മുന്നേ തിക് ബ്ലാക്ക് ക്ലൗഡ്സ് വരും, ടൊറൻഷ്യൽ റെയിൻ സംഭവിക്കും, അതുപോലെ ഷോർട്ട് പീരീഡിലേക്ക് ഹെയിലൊക്കെ വീഴാൻ തുടങ്ങും. അപ്പൊ ഇത് ഖാരിഫ് അല്ലെങ്കിൽ മൺസൂൺ ക്രോപ്പിന് ഹെൽപ്ഫുൾ ആണ്, ജൂട്ട്, പാഡി പോലുള്ള ക്രോപ്സിന്. ഇതിന്റെ കാൽ ബൈശാഖി എന്നാണ് ബംഗാൾ അറിയപ്പെടുന്നത്, ബറോധോളി ചിർഹ എന്നാണ് അസാമിൽ അറിയപ്പെടുന്നത്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജി പൂനെ, അതുപോലെ നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ് ഡൽഹി, ഇവരെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ടാണ് ഇത് 2026 ആകുമ്പോഴത്തേക്കും ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും പോകുന്നത്. ഈ പ്രപ്പോസ്ഡ് മൾട്ടി ക്രോർ റുപ്പീസ് റിസർച്ച് ടെസ്റ്റ് ബെഡ് ഫെസിലിറ്റി എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിൽ അഡ്ജോയിനിങ് ലാർജ് ഏരിയനെ കവർ ചെയ്യുന്നുണ്ട്, ഒഡീഷയിലുണ്ട്, ജാർഖണ്ഡിനെയും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത് ചാന്ദ്ബാലിയിലായിരിക്കും, ഭദ്രാക് ഡിസ്ട്രിക്ട്, ഒഡീഷ. ലാർജ് വോളിയം ഓഫ് ഡാറ്റ ആണ് ഈ ഒരു ഫെസിലിറ്റിയിലൂടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് മെയിൻ ആയിട്ട് തണ്ടർസ്റ്റോം പ്രഡിക്ഷൻസിന് ഫോർകാസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ 3 hours കുറവ് നടക്കുന്ന വാർണിംഗ്സ്, ലെസ് ദാൻ 3 hours, അതായത് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ നടക്കാൻ പോകുന്ന ഇവന്റ്സ് വാർണിംഗ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അൾട്ടിമേറ്റ്ലി നമുക്ക് ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. IMD പൂനെ എല്ലാ ഡാറ്റയും ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും കൂടെ ടെസ്റ്റ് ബെഡ് ഫെസിലിറ്റിയിലേക്ക് ഫർദർ റിസർച്ചിനും അനാലിസിസിനൊക്കെ വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് അയച്ചു കൊടുക്കും. KIA ബാക്സ് ഗ്രീൻ എയർപോർട്ട് റെക്കഗ്നീഷൻ 2024 അവാർഡ്. അപ്പം കെംപെകോട്ക ഇന്റർനാഷണൽ എയർപോർട്ട്, അതായത് KIA, അവർക്ക് എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണലിന്റെ സിൽവർ അവാർഡാണ് കിട്ടിയിരിക്കുന്നത് ഏഷ്യ പസഫിക് മിഡിൽ ഈസ്റ്റ് ഗ്രീൻ എയർപോർട്ട് റെക്കഗ്നീഷൻ 2024. കിയ എന്ന് പറയുന്നത് എയർപോർട്ട് ഹാൻഡ്ലിംഗ് ബിറ്റ്വീൻ 15 million and 35 million പാസഞ്ചേഴ്സ്, ഒരു വർഷം 15 million മുതൽ 35 million പാസഞ്ചേഴ്സിനെ വരെ ഹാൻഡിൽ ചെയ്യുന്ന എയർപോർട്ടിന്റെ കാറ്റഗറിയിലാണ് ഇവർക്ക് സിൽവർ അവാർഡ് കിട്ടിയത്. അപ്പൊ ഈ ഗ്രീൻ എയർപോർട്ട് റെക്കഗ്നീഷൻ 2024 തീം എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് നാച്ചർ ബേസ്ഡ് സൊല്യൂഷൻസ് എന്നുള്ളതാണ്. റെക്കഗ്നൈസ്ഡ് എയർപോർട്സിന് 3 കാറ്റഗറിയിലാണ് അവാർഡ് കൊടുത്തത്, പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ. എയർപോർട്ട് എന്ന് പറയുന്നത് 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഓവർ 35 million പാസഞ്ചേഴ്സ് ഒരു വർഷം വരുന്ന എയർപോർട്ട്, 15 millionും 35 millionും ഇടയിൽ പാസഞ്ചേഴ്സ് ഒരു വർഷം വരുന്ന എയർപോർട്ട്, 8 millionും 15 millionും ഇടയിൽ പാസഞ്ചേഴ്സ് വരുന്ന എയർപോർട്ട്, അതുപോലെ ലെസ് ദാൻ 8 million പാസഞ്ചേഴ്സ് ഒരു വർഷം വരുന്ന എയർപോർട്ട്, ഇങ്ങനെ 4 കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടായിരുന്നു അവാർഡ് കൊടുത്തത്. അതർ ഇന്ത്യൻ എയർപോർട്ട്സ് ഈ ഗാർ 2024 അവാർഡ് കിട്ടിയത് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിന് സിൽവർ കിട്ടി, അതായത് ഓവർ 35 million പാസഞ്ചേഴ്സ് ഇയർ കാറ്റഗറിയിൽ. ലക്നൌവിലെ ചൗധരി ചരൺ സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സിൽവർ അവാർഡ് കിട്ടി. അത് ഒരു വർഷം ലെസ് ദാൻ 8 million പാസഞ്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എയർപോർട്ടാണ്. വേൾഡ് ബാങ്ക് റിപ്പോർട്ട് വാട്ടർ ഫോർ ഷെയർഡ് പ്രോസ്പെരിറ്റി.
ഇപ്പൊ വേൾഡ് ബാങ്കിന്റെ പുതിയ റിപ്പോർട്ട് വാട്ടർ ഫോർ ഷെയർഡ് പ്രോസ്പെരിറ്റി 10th വേൾഡ് വാട്ടർ ഫോറം ബാലി ഇന്തോനേഷ്യയിൽ വെച്ച് റിലീസ് ചെയ്തു. ഇതിനകത്ത് ഗ്ലോബൽ വാട്ടർ ക്രൈസിസ് അനാമിക് ഹൈലൈറ്റ്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. മെയിൻ ആയിട്ട് ഹ്യൂമൻ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് അതിന്റെ ഇംപ്ലിക്കേഷൻസും അതെങ്ങനെയാണ് വാട്ടർ ക്രൈസിസിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2022 2.2 ബില്യൺ പീപ്പിൾ ആയിരുന്നു സേഫ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ സർവീസസ് കിട്ടാത്ത ആളുകളുടെ എണ്ണം. എന്നാൽ ഇപ്പോ സേഫ്ലി മാനേജ്ഡ് സാനിറ്റേഷന്റെ കുറവ് കൊണ്ട് വെള്ളം കൃത്യമായിട്ട് എത്താത്തവരുടെ എണ്ണം എന്ന് പറയുന്നത് 3.5 ബില്യൺ ആയിട്ടുണ്ട്. ഇപ്പോ ലോ ഇൻകം കൺട്രീസ് എന്ന് പറയുന്നത് മിക്കവാറും പർട്ടിക്കുലർലി പറയുവാണെങ്കിൽ അവരിലാണ് കൂടുതലായിട്ട് ഈ സേഫ് ഡ്രിങ്കിങ് വാട്ടറിന്റെ ആക്സസിന്റെ റെഗുലേഷൻ വരുന്നത്. ചൈന ഇന്ത്യയും 36% ഗ്ലോബൽ പോപ്പുലേഷൻ ചൈനയിലും ഇന്ത്യയിലും കൂടിയിട്ടാണ്. പക്ഷെ 11% മാത്രമേ അവിടെ ഫ്രഷ് വാട്ടർ ഉള്ളൂ. പക്ഷെ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ 5% മാത്രമാണ് അവിടെ ഉള്ളത്. പക്ഷെ അവർക്ക് 52% ഫ്രഷ് വാട്ടർ അവൈലബിൾ ആണ്. ഇപ്പൊ 10th വേൾഡ് വാട്ടർ ഫോറം 2024 അപ്പൊ ഈ വാട്ടർ ഷെയർഡ് പ്രോസ്പെരിറ്റി വാട്ടർ ഫോർ ഷെയർഡ് പ്രോസ്പെരിറ്റി എന്നുള്ളതാണ് തീം. അത് ഗവൺമെന്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യയും വേൾഡ് വാട്ടർ കൗൺസിലും കൂടെ ചേർന്നിട്ടാണ് ഓർഗനൈസ് ചെയ്തത്. വേൾഡ് വാട്ടർ കൗൺസിൽ 1996 എസ്റ്റാബ്ലിഷ് ചെയ്തത്. മാർസിയല്ല ഫ്രാൻസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. 260ഓളം മെമ്പർ ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ആണ്. 52 കൺട്രീസ് ഉണ്ട്. അതിനകത്ത് ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ഫോറം എന്ന് പറയുന്നത് വേൾഡിലെ ലാർജസ്റ്റ് ഇവന്റ് ഓർഗനൈസർ ആണ്. 1997 മുതൽ തന്നെ എല്ലാ 3 വർഷം കൂടുമ്പോഴും ഡിഫറെന്റ് ഹോസ്റ്റ് കൺട്രിയിൽ വെച്ചിട്ട് ഇവർ ഫോറം ത്തിന് വേണ്ടി ഒത്തുകൂടാറുണ്ട്. അപ്പൊ സൗദി അറേബ്യ ആണ് 11th വാട്ടർ ഫോറം 2027 ഇത് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ അത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന കൺട്രി ആയിട്ട് സൗദി അറേബ്യനാണ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യ അപ്പോയിന്റ്സ് ഫസ്റ്റ് അംബാസിഡർ ടു സിറിയ സിൻസ് 2012. സൗദി അറേബ്യ അതിന്റെ ഫസ്റ്റ് അംബാസിഡറിനെ സിറിയയിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 12 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. ഫൈസൽ അൽ മുജ്ഫൽ ആണ് കിങ്ഡംസ് ഫസ്റ്റ് അംബാസിഡർ ആയിട്ട് സിറിയയിലേക്ക് പോകുന്നത്. 22 മെമ്പേഴ്സ് അറബ് ലീഗിൽ നിന്ന് ആഫ്റ്റർ ഒരു വർഷമായി സിറിയ റീഅഡ്മിറ്റ് ചെയ്തിട്ട് ഇത് റിമൈൻ സസ്പെൻഡഡ് ഫ്രം ദി ഗ്രൂപ്പ് ഫോർ മോർ ദാൻ എ ഡിക്കഡ്. അവർ പ്രസിഡന്റ് ബഷാർ അസാദ് ബ്രൂട്ടൽ ക്രാക്ക് ഡൗൺ ഓൺ ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ഇൻ 2011 പ്രസിഡന്റ് ബഷാർ അസാദിന്റെ ബ്രൂട്ടൽ ക്രാക്ക് ഡൗൺ ഒക്കെ കാരണം ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് ഒക്കെ കാരണം ഇവരെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. അപ്രൈസിംഗ് ടേൺഡ് ഒരു സിവിൽ വാർ ആയി സിറിയയിൽ. ഇപ്പൊ നമുക്കറിയാം സിവിൽ വാർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 14th ഇയർ ആണ് ഇപ്പൊ. നിയർലി 500,000 പീപ്പിൾ ആണ് അവിടെ കൊല്ലപ്പെട്ടത്. അപ്പൊ ഹാഫ് ഓഫ് ദി കൺട്രിയുടെ പ്രീ വാർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 23 മില്യൺ ആണ്. ഇറാൻ എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി അലിയാണ് അസാദ് ഗവൺമെന്റിന്റെ സിറിയയിലെ. അതുപോലെ ലെബനീസ് ഹെസ്ബോള ഗ്രൂപ്പിന്റെ. ഓക്കെ, യമനിലെ സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു കോയലീഷൻ ഇറാൻ ബാക്ക്ഡ് ആയിട്ടുള്ള ഹൗത്തി റിബലിനെതിരെ ഒരു കോയലീഷൻ നടത്തുന്നുണ്ട് 2015 മുതൽ തന്നെ. ഇതെല്ലാം ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റിനെ റീസ്റ്റോർ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് മാത്രമാണ്. ഈ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഒരു വാറിലേക്ക്, സൗദി അറേബ്യ ഇറാൻ വാറിലേക്ക് റീസെന്റ് ഇയർ ആയിട്ട് അത് ടേൺ ചെയ്തിരുന്നു. നെക്സ്റ്റ് 29th മെയ് ഇന്റർനാഷണൽ ഡേ ഓഫ് UN പീസ് കീപ്പർ ആണ്. ഇന്റർനാഷണൽ ഡേ ഓഫ് യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പേഴ്സ് എന്ന് പറയുന്നത് UN ഫസ്റ്റ് പീസ് കീപ്പിംഗ് മിഷൻ ആണ് UNTSO എന്ന് പറയുന്നത്. ഇത് 1948 ഡിപ്ലോയ് ചെയ്തത്. ഇപ്പൊ UN ട്രൂ സൂപ്പർവിഷൻ ഓർഗനൈസേഷൻ UNTSO ഇത് 29th മെയ് 1948 ഓർഗനൈസ് ചെയ്തു, ഫൗണ്ട് ചെയ്തു. അത് മിഡിൽ ഈസ്റ്റിലെ പീസ് കീപ്പിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഫിറ്റ് ഫോർ ദ ഫ്യൂച്ചർ ബിൽഡിംഗ് ബെറ്റർ ടുഗദർ എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ഹൈഡ്രജൻ ഗ്രീൻ പ്ലാന്റ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ് ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ്. ഗെയിൽ എന്ന് പറയുന്നത് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അവര് വിജയ്പൂർ മധ്യപ്രദേശിലാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. ഈ പ്ലാന്റ് നമ്മുടെ ഓൾട്ടർനേറ്റ് എനർജി സോഴ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്, ഒരു മേജർ സ്റ്റെപ്പാണ്. ഇപ്പൊ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റാൾമെന്റ് നടന്നത്. ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എന്ന് പറയുന്നത് 4.3 tons per day TPD of hydrogen 10 megavolt PEM അതായത് പ്രോട്ടോൺ എക്സ്ചേഞ്ച് മെംബ്രെയിൻ വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് നടത്തി റിന്യൂവബിൾ എനർജി യൂസ് ചെയ്തുകൊണ്ട് വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് നടത്തിയിട്ടാണ് ഇങ്ങനെ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ എന്താണെന്ന് കൂടെ നോക്കാം. യൂണിയൻ ഗവൺമെന്റ് 19,744 കോടി രൂപയുടെ
നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ഇന്ത്യയുടെ ഒരു ഗ്ലോബൽ ഹബ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഗ്ലോബൽ ഹബ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 5 MMT, അതായത് മില്യൺ മെട്രിക് ടൺ പെർ ആനുവൽ പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇതിന്റെ ഒരു എയിം ആയിരുന്നു. അതിന്റെ കൂടെ തന്നെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 125 ഗിഗാവാട്ട് ഇന്ത്യയിൽ 2030 ആകുമ്പോഴത്തേക്കും കൊണ്ടുവരാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മിഷൻ നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് RS 8 lakh ക്രോറിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്സ്, അതുപോലെ 6 lakh ജോബ് ജനറേഷനും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ ഫോസിൽ ഫ്യൂൽ ഇമ്പോർട്ട് നമുക്ക് ഓവർ ഒരു 1 lakh ക്രോർ വരെ റുപ്പിയുടെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ നിയർലി 50 MT ഓഫ് ആനുവൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷനും നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിന്റെ നോഡൽ മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ആണ്. ഇനി ഗെയിലും കൂടെ എന്താന്ന് നോക്കാം. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് 1984 ഓഗസ്റ്റിലാണ് ഇത് ഫൗണ്ട് ചെയ്തത്. മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന്റെ കീഴിലാണ് ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 1st February 2013 ഇന്ത്യൻ ഗവൺമെന്റ് ഗെയിലിന് മഹാരത്ന സ്റ്റാറ്റസ് കൊടുത്തു. ഗെയിലിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സന്ദീപ് ഗുപ്തയാണ്. ഇന്ത്യൻ ആർമി പാർട്ട്നേഴ്സ് വിത്ത് IOCL ഫോർ ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻ. ഇന്ത്യൻ ആർമി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, അതാണ് IOCL ചേർന്ന് ഒരു ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ല് ട്രയലിന്റെ ഡെമോൺസ്ട്രേഷൻ നടത്തി. മെയിൻ ആയിട്ട് ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ ഓയിൽ equips ഇന്ത്യൻ ആർമി വിത്ത് ഗ്രീൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് ഫോർ യൂസ് ഇൻ ഡൽഹി NCR. ഡൽഹി NCR യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ബസ് ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ത്യൻ ഓയിൽ equips. അപ്പൊ ഇവര് തമ്മിലൊരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. അത് ആർമി ചീഫ് ജനറൽ മനോജ് പാണ്ഡെയുടെ പ്രസൻസിലാണ്. അതുപോലെ ഇന്ത്യൻ ഓയിൽ ചെയർമാൻ ശ്രീകാന്ത് മാധവ് വൈദ്യയുടെ ഒരു പ്രസൻസിലാണ് ഈ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിരിക്കുന്നത്. ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ടെക്നോളജി എന്ന് പറയുന്നത് ക്ലീൻ ആൻഡ് എഫിഷ്യന്റ് ഓൾട്ടർനേറ്റീവ് ആണ്. അതായത് ഹൈഡ്രജൻ ഗ്യാസിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും ത്രൂ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്. അപ്പൊ ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വാട്ടർ വേപ്പർ ഉണ്ടാവും. അത് മാത്രമാണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇമിഷനും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ കുറയ്ക്കാൻ, ഗ്രീൻ ഹൗസ് ഗ്യാസസിന്റെ എമൗണ്ട് കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ് CCRAS ലോഞ്ചസ് പ്രഭാതി 2024. അപ്പൊ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ് CCRAS അവര് ഫാർമ റിസർച്ച് ആയുർഗ്യാനും കൂടെ ചേർന്നിട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഫാർമ റിസർച്ച് ഇൻ ആയുർഗ്യാൻ ടെക്നോ ഇന്നോവേഷൻ ഇനീഷ്യേറ്റീവ് ആണ്. CCRAS എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ്. യൂണിയൻ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ കീഴിലാണ് വരുന്നത്. ഇവര് ആയുർവേദ ഫീൽഡിലെ റിസർച്ചും ഇന്നോവേഷനും ഒക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ലുധിയാനാസ് പ്രസിഡന്റ് ഗിറ്റനാസ് നോസേഡ സെക്യൂർസ് ലാൻഡ്സ്ലൈഡ് റീഇലക്ഷൻ വിക്ടറി. ഇപ്പൊ ലുധിയാനയുടെ പ്രസിഡന്റ് ഗിറ്റനാസ് നോസീഡ സെക്കൻഡ് ഒരു 5-year ടേം പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. ലുധിയാനയുടെ ക്യാപിറ്റൽ വിൽനിയസ് ആണ്. കറൻസി യൂറോ ആണ്. നേപ്പാൾസ് പൂർണിമ ശ്രേഷ്ഠ becomes first woman in world to climb Mount Everest thrice in 13 days. പൂർണിമ ശ്രേഷ്ഠ എന്ന് പറയുന്നത് 32-year old ആയിട്ടുള്ള ഒരു മൗണ്ടെയിനർ ആണ്. കോർക്ക, നേപ്പാളിൽ ഒരാളാണ്. ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആണ്. പ്രൊഫഷണലി നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് മൗണ്ട് എവറസ്റ്റ് 3 പ്രാവശ്യം ക്ലൈംബ് ചെയ്യുന്ന ഫസ്റ്റ് വുമൺ ആയിട്ട് മാറിയിരിക്കുകയാണ്. സെയിം സീസണിൽ തന്നെയാണ് ക്ലൈംബ് ചെയ്തത്, ജസ്റ്റ് 13 ഡേയ്സിനുള്ളിൽ തന്നെ. അപ്പൊ അവര് മൗണ്ട് എവറസ്റ്റ് 4 തവണ ക്ലൈംബ് ചെയ്തു. അത് പ്രിയർ സബ്മിറ്റ് നടന്നത് 2018-ലാണ്. WHO launches new investment round aiming to raise $7 billion to tackle global challenges. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു പുതിയ സാധനം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്, ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് $7 billion ഫണ്ട് റേസ് ചെയ്യാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. മെയിൻ ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച്, ഡിസ്പ്ലേസ്മെന്റ്, പോവർട്ടി, ഇൻഇക്വാലിറ്റി ഇതെല്ലാം ഫേസ് ചെയ്യുന്ന രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഫണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. ഇത് 77th വേൾഡ് ഹെൽത്ത് അസംബ്ലിയുമായിട്ട് കോയിൻസൈഡ് ചെയ്തിട്ട് ജനുവരിയിൽ വെച്ചിട്ടാണ് നടന്നത്. May 27 മുതൽ June 1 വരെയാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് എന്ന് പറയുന്ന ഒന്ന് ലോഞ്ച് ചെയ്തത്. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ഓൾ ഫോർ ഹെൽത്ത്, ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളതാണ്. വേൾഡ് ഹെൽത്ത് അസംബ്ലി ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് WHO-ന്റെ. അവരാണ് എല്ലാ WHO മെമ്പേഴ്സിനോട്, ഡെലിഗേഷൻസിനോട് ഇത് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. WHO-യുടെ ചീഫ് ജനറൽ ടെൻഡ്രോസ് ആദനോം ഗബ്രിയസസ് ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948-ലാണ്. മെമ്പർഷിപ്പ്
WHO കറന്റ് 194 മെമ്പർ സ്റ്റേറ്റ്സ് ആണുള്ളത്. ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവയാണ്, സ്വിറ്റ്സർലൻഡ്. Half of world's rangelands are degraded. UNCCD. So UNCCD, അതായത് യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ കോമ്പാക്ടിംഗ് ഡിസർട്ടിഫിക്കേഷന്റെ റിപ്പോർട്ട് പ്രകാരം ഹാഫ് ഓഫ് വേൾഡിലെ റേഞ്ച് ലാൻഡ്സ് എന്ന് പറയുന്നത് ഡീഗ്രേഡഡ് ആണ്. അപ്പൊ അവർക്ക് പുതിയ പോളിസി ഇന്റർവെൻഷൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഒരു സമയമായി എന്നാണ് അവർ പറയുന്നത്. UNCCD റിപ്പോർട്ട് പ്രകാരം റേഞ്ച് ലാൻഡ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ അല്ലെങ്കിൽ സെമി നാച്ചുറൽ ആയിട്ടുള്ള ഇക്കോസിസ്റ്റംസ് ആണ്. ലൈഫ് സ്റ്റോക്കോ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസോ ഗ്രേസ് ചെയ്യുന്ന ഇക്കോസിസ്റ്റംസ്. റേഞ്ച് ലാൻഡ്സിനകത്ത് ഗ്രാസസ്, ഷ്രബ്സ്, ബുഷസ്, ഓപ്പൺ ഫോറസ്റ്റ്, അഗ്രോ ഫോറസ്ട്രി സിസ്റ്റംസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള വെജിറ്റേഷൻസ് ഒക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. കറന്റ് റേഞ്ച് ലാൻഡ് എന്ന് പറയുന്നത് 80 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഓഫ് എർത്തിന്റെ ടെറസ്ട്രിയൽ സർഫസ് ഏരിയ, അതായത് ഓവർ ഹാഫ് ഓഫ് എർത്ത് ലാൻഡ് എന്ന് പറയുന്നതും റേഞ്ച് ലാൻഡ്സ് ആണ്. പക്ഷേ ഇതിന്റെ ലാർജസ്റ്റ് ലാൻഡ് കവർ അല്ലെങ്കിൽ ലാൻഡ് യൂസ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് റേഞ്ച് ലാൻഡ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ എർത്തിലെ ലാർജസ്റ്റ് ലാൻഡ് കവറിലെ ഒരു പകുതിയോളം ഭാഗം നമ്മൾ റേഞ്ച് ലാൻഡ്സ് ആയിട്ടാണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആനിമൽസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കാർബൺ സിങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. കാർബൺ സിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർബണെ അബ്സോർബ് ചെയ്യുക, അതായത് നേരിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കാർബണെ അബ്സോർബ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കാർബൺ സിങ്ക് എന്ന് പറയാം. കൂടാതെ ഫ്രഷ് വാട്ടറിന്റെ സ്റ്റോർ ഹൗസ് ആണ്. ലാൻഡിന്റെ ഡിസർട്ടിഫിക്കേഷൻ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഈ റേഞ്ച് ലാൻഡ്സ് സഹായിക്കുന്നുണ്ട്. അപ്പൊ മില്യൺസ് ഓഫ് പീപ്പിൾ വേൾഡ് വൈഡ് ഈ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടും റേഞ്ച് ലാൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. റേഞ്ച് ലാൻഡ് ജനറേറ്റ് ചെയ്യുന്നത് 16% ഓഫ് ഗ്ലോബൽ ഫുഡ് പ്രൊഡക്ഷൻ ആണ്. മാത്രമല്ല ഡൊമസ്റ്റിക്കേറ്റഡ് ഹെർബിവോഴ്സിന്റെ 70% ഫീഡും ഇതിനകത്താണ്. ഇപ്പൊ ഇന്ത്യയിലെ റേഞ്ച് ലാൻഡ് എന്ന് പറയുന്നത് 1.21 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് വരുന്നത്. ഡിസേർട്ട് ടു ഹിമാലയൻ മെഡോസ് ആസ് പെർ ദ UNCCD റിപ്പോർട്ട്. UNCCD റിപ്പോർട്ട് പ്രകാരം താർ ഡിസേർട്ട് ടു ഹിമാലയൻ മെഡോസ് വരെ. ഓക്കെ, ഇപ്പൊ UNCCD റിപ്പോർട്ടിൽ 50% ഓഫ് വേൾഡിലെ റേഞ്ച് ലാൻഡ്സും ഡീഗ്രേഡഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സൈലന്റ് ഡിമൈസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച്, അൺസസ്റ്റൈനബിൾ ആയിട്ടുള്ള ലാൻഡ്, ലൈഫ് സ്റ്റോക്കിന്റെ മാനേജ്മെന്റ് പ്രാക്ടീസസ്, അതുപോലെ ബയോഡൈവേഴ്സിറ്റി ലോസ്, റേഞ്ച് ലാൻഡിനെ ഫാം ലാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം റേഞ്ച് ലാൻഡിന്റെ ഡിഗ്രേഡേഷന്റെ പ്രൈമറി ഡ്രൈവേഴ്സ് ആയിട്ടാണ് റിപ്പോർട്ട് കാണിച്ചിരിക്കുന്നത്. അൺസർട്ടൈനിറ്റി ഓവർ ലാൻഡ് റൈറ്റ്, അതായത് ലാൻഡ് റൈറ്റിൽ വരുന്ന അൺസർട്ടൈനിറ്റീസ് ഈ പാസ്റ്ററലിസ്റ്റ് കമ്മ്യൂണിറ്റീസിലാണ് ഈ ലാൻഡ് റൈറ്റിലെ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അവർ മെയിൻ ആയിട്ട് റേഞ്ച് ലാൻഡിലാണ് ലൈവ്ലിഹുഡിനൊക്കെ വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതും എന്തിന് കാരണമാകുന്നുണ്ട്? ഡിഗ്രഡേഷന് കാരണമാകുന്നുണ്ട്. റഷ്യ ടു റിമൂവ് താലിബാൻ ഫ്രം ടെറർ ലിസ്റ്റ്. റഷ്യ താലിബാനെ ബാൻഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് ഈ താലിബാൻ. അതിനെ റിമൂവ് ചെയ്യാൻ പോകണമാണ് ടെറർ ലിസ്റ്റിൽ നിന്ന്. റിട്ടേൺ ടു പവർ ഇൻ അഫ്ഗാനിസ്ഥാൻ 3 years ആഫ്റ്റർ റിട്ടേൺ ടു പവർ ഇൻ അഫ്ഗാനിസ്ഥാൻ. ഓക്കെ, അഫ്ഗാനിസ്ഥാനിൽ അവർ താലിബാൻ തിരിച്ച് പവറിൽ വന്ന് 3 വർഷത്തിന് ശേഷം റഷ്യ അവരെ ടെറർ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. Moscow has more years fostered relations with the Taliban, holding multiple rounds of talks and boosting trade with Afghanistan despite international sanctions. Internationally കുറെ ഇഷ്യൂസ് നിലനിൽക്കുന്നുണ്ടെങ്കിലും റഷ്യ എന്ന മോസ്കോ താലിബാനുമായിട്ട് ഇപ്പൊ ട്രേഡ് ആണെങ്കിലും ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ടോക്സ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയാണ് ടെറർ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ആനുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത്. അപ്പൊ കസക്കിസ്ഥാൻ താലിബാനെ ഈ ബാൻഡ് ഓർഗനൈസേഷനെ ഈ ലിസ്റ്റിൽ നിന്ന് 2023 എൻഡ് ആയപ്പോ റിമൂവ് ചെയ്തിരുന്നു. ഓക്കെ, ഡ്രോൺ വാൾ അഗെയിൻസ്റ്റ് റഷ്യ. 6 NATO countries announced border defense plan. ഇപ്പൊ 6 NATO countries ആരൊക്കെയാണ് നമുക്ക് നോക്കാം. ലിത്വാന, ലാറ്റ്വിയ, ഇസ്റ്റോണിയ, പോളണ്ട്, ഫിൻലാൻഡ് ആൻഡ് നോർവേ. ഇവരെല്ലാം ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ഡ്രോൺ വാൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. റഷ്യയിൽ നിന്ന് ഇവരുടെ ബോർഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. ഇതൊരു കംപ്ലീറ്റ്ലി ഒരു പുതിയ തിങ് ആണ്. ഒരു ഡ്രോൺ വാൾ എന്ന് പറയുന്നത് നോർവേ മുതൽ പോളണ്ട് വരെ സ്ട്രെച്ച് ചെയ്ത് കിടക്കുന്ന ഒരു ഇതൊന്നാണ്. മെയിൻ ആയിട്ട് ഡ്രോൺസ് യൂസ് ചെയ്യാം, മറ്റു ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇവരുടെ ബോർഡേഴ്സ് പ്രൊട്ടക്ട് ചെയ്യാം. ഇപ്പൊ നാറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 4th April 1949 ഇപ്പോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി, വാഷിംഗ്ടൺ ട്രീറ്റി എന്നൊക്കെ പറയും. അത് സൈൻ ചെയ്തുകൊണ്ടാണ് നാറ്റോ വരുന്നത്. 12 ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ആണ് ഉള്ളത്. യൂറോപ്പിൽ നിന്നും നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള കൺട്രീസ് ഇതിൽ ഫൗണ്ടിംഗ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇതിന്റെ എയിം എന്ന് പറഞ്ഞിരുന്നത് സോവിയറ്റ് യൂണിയന്റെ എക്സ്പാൻഷൻ ബ്ലോക്ക് ചെയ്യുക, യൂറോപ്പിലേക്കുള്ള എക്സ്പാൻഷൻ ബ്ലോക്ക് ചെയ്യുക World War II ശേഷം. ഇപ്പൊ നാറ്റോക്ക് 32 മെമ്പേഴ്സ് ആണുള്ളത് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലുമായിട്ട്. റീസെന്റ് മോസ്റ്റ് ആയിട്ട് 2 മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. 2023 ഫിൻലാൻഡ് നാറ്റോയിൽ ജോയിൻ ചെയ്തു.
2024 സ്വീഡൻ നാറ്റോയിൽ ജോയിൻ ചെയ്തു. നാസ ലോഞ്ചസ് സാറ്റലൈറ്റ് പ്രീഫയർ ടു സ്റ്റഡി എർത്ത് പോൾസ്. ആദ്യമായിട്ട് ഒരു പെയർ ഓഫ് ക്ലൈമറ്റ് സാറ്റലൈറ്റ്സ് ഡിസൈൻ ചെയ്ത് എർത്തിന്റെ പോൾസിലെ ഹീറ്റ് എമിഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നാസ വിട്ടിട്ടുണ്ട്. ഇവര് റോക്കറ്റ് ലാബ്സ് ഇലക്ട്രോൺ റോക്കറ്റ് കമ്പനിയുടെ ലോഞ്ച് കോംപ്ലക്സ് 1 ഇൻ മഹിയ ന്യൂസിലാൻഡിൽ നിന്നാണ് പോകുന്നത്. ആ കമ്പനിയുടെ റോക്കറ്റ് ആണ് പോകുന്നത്. പ്രീഫയർ എന്ന് പറയുന്നത് പോളാർ റേഡിയന്റ് എനർജി ഇൻ ദ ഫാർ ഇൻഫ്രാറെഡ് എക്സ്പെരിമെന്റ് എന്നാണ്. ഇതിനകത്ത് 2 ഷോ ബോക്സ് സൈസ് ആയിട്ടുള്ള ക്യൂബ് സാറ്റലൈറ്റ്സ് ആണുള്ളത്. ക്യൂബ് സാറ്റ്സ് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പൊ പ്രീഫയർ മിഷൻ എന്ന് പറയുന്നത് ഹൗ മച്ച് ഹീറ്റ് ആർട്ടിക്കിലും അന്റാർട്ടിക്കിലും റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് സ്പേസിലേക്ക്, എത്ര അത് ഗ്ലോബൽ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഈ ഡാറ്റ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എർത്തിന്റെ ഹീറ്റ് ബാലൻസിന്റെ ഫണ്ടമെന്റൽസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എങ്ങനെയാണ് ഐസിനെ കൂടുതൽ ഐസ് സീസ് വെതർ ഇതിന്റെയൊക്കെ ചേഞ്ചിൽ നിന്ന് എങ്ങനെയൊക്കെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ ഫേസ് ചെയ്യാം, ഗ്ലോബൽ വാർമിംഗിൽ ഉണ്ടാവുന്ന ഈ ടെമ്പറേച്ചർ ചേഞ്ച് ഒക്കെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ചാർലീസ് ലീക്ലർക്ക് മാർക്ക് മേക്സ് ഹിസ്റ്ററി വിത്ത് മൊണാക്കോ ഗ്രാൻഡ് പ്രിക്സ് ട്രിം. ചാൾസ് ലീക്ലിയറുടെ ക്ലർക്കിന്റെ മൊണാക്കോ ബോൺ F5 ഡ്രൈവർ ഹു റേസസ് വിത്ത് ഫെറാറി. അപ്പൊ ചാൾസിന്റെ ലെക്ലർക്ക് achieved a history victory at the Monaco Grand Prix, becoming the first Monegasque driver to win his home race since Louis Chiron in 1931. 1931 ശേഷം ഈ ഫസ്റ്റ് മോണിഗാസ്കു ഡ്രൈവർ ഈ ഒരു ഇത് പർട്ടിക്കുലർ ഗ്രാൻഡ് പ്രിക്സ് വിൻ ചെയ്യുന്ന ഒരു ആളായിട്ട് മാറിയിരിക്കുകയാണ്. ജോസ് ബട്ട്ലർ becomes first England player to make 3000 2020 runs. അപ്പൊ ബട്ട്ലറിന് മൈൽ സ്റ്റോണിൽ റീച്ച് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള കളിയിലാണ്. ഹയസ്റ്റ് റൺ സ്കോർ ആണ് 2020 ക്രിക്കറ്റിൽ. ആരാണ്? വിരാട് കോഹ്ലിയാണ്. 4037 റൺസ്. അപ്പൊ അതിനുശേഷം ഇംഗ്ലണ്ടിലെ പ്ലെയർ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ജോസ് ബട്ട്ലർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വെറ്ററൻ പാകിസ്ഥാനി ആക്ടർ തലാത്ത് ഹുസൈൻ ഡൈസ് അറ്റ് 83. ഇപ്പോ TV, റേഡിയോ, തിയേറ്റർ, സിനിമ ഈ മേഖലയിലെല്ലാം പ്രവർത്തിച്ചിരുന്ന ഒരു വളരെ വെറ്ററൻ ആയിട്ടുള്ള ഒരു ആക്ടർ ആയിരുന്നു തലാത്ത് ഹുസൈൻ. അദ്ദേഹം പാകിസ്ഥാനി ആക്ടറാണ്. അദ്ദേഹം 83-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞിരിക്കുകയാണ്. 13th May ഗോവ സ്റ്റേറ്റ്ഹുഡ് ഡേ ആയിരുന്നു. അപ്പോൾ ഗോവ ദാമൻ ആൻഡ് ദിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തത് 1987 ആണ്. ഗോവയുടെ ഒരു ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് 1510 ആ സമയത്തെ പോർച്ചുഗീസ് ഗവർണർ ആയിട്ടുള്ള അൽഫോൺസോ ഡി അൽബൂക്കർക്ക് അദ്ദേഹം ഗോവ റീജിയൻ നമ്മുടെ ആദിൽ ഷാ ഓഫ് ബിജാപൂരിൽ നിന്ന് ഡിഫീറ്റ് ചെയ്ത് അത് കോൺക്വർ ചെയ്തെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോ ഒരു 400 വർഷക്കാലത്തോളം ഗോവ പോർച്ചുഗീസ് റൂളിന്റെ അണ്ടറിലായിരുന്നു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യൻ ഗവൺമെന്റ് പോർച്ചുഗീസിനോട് ഈ ടെറിട്ടറി വിട്ടുതരണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ പോർച്ചുഗീസ് അത് റിഫ്യൂസ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ലോഞ്ച് ചെയ്യുകയും 1961 ദാമൻ ആൻഡ് ദിയു ഐലൻഡിൽ നിന്ന് ഗോവയെ അനക്സ് ചെയ്ത് ഇന്ത്യൻ മെയിൻലാൻഡിന്റെ ഭാഗമാക്കുകയും ചെയ്തു. അങ്ങനെയാണ് പോർച്ചുഗീസ് റൂൾ ഗോവയിൽ എൻഡ് ആവാനായിട്ട് കാരണമായത്. May 13th 1987 ഈ ടെറിട്ടറി സ്പ്ലിറ്റ് ചെയ്ത് ഗോവയെ നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ 25th സ്റ്റേറ്റ് ആയിട്ട് മാറ്റി. അപ്പൊ പനാജി അതിന്റെ ക്യാപിറ്റൽ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. കൊങ്കണി അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഗോവയുടെ സ്റ്റേറ്റ് ആനിമൽ, സ്റ്റേറ്റ് ഫ്ലവർ, സ്റ്റേറ്റ് ബേർഡ്, സ്റ്റേറ്റ് ട്രീയും കൂടെ നമുക്ക് പറയാം. സ്റ്റേറ്റ് ആനിമൽ ഗോർ ആണ്. അതിന് ഇന്ത്യൻ ബൈസൺ എന്ന് കൂടെ അറിയപ്പെടുന്നുണ്ട്. സ്റ്റേറ്റ് ഫ്ലവർ റെഡ് ജാസ്മിൻ ആണ്. സ്റ്റേറ്റ് ബേർഡ് ഫ്ലെയിം ത്രോട്ടഡ് ആയിട്ടുള്ള ബുൾബുൾ അല്ലെങ്കിൽ റൂബി ത്രോട്ടഡ് ആയിട്ടുള്ള യെല്ലോ ബുൾബുൾ ആണ്. സ്റ്റേറ്റ് ട്രീ മാർട്ടി ട്രീ അല്ലെങ്കിൽ ക്രൊക്കോഡൈൽ ബാർക്ക് ട്രീ ആണ്. 13th May ഹിന്ദി ജേർണലിസം ഡേയും കൂടെയാണ്. മെയിൻ ആയിട്ട് ഹിന്ദി ജേർണലിസത്തിന്റെയും ജേർണലിസ്റ്റുകളുടെയും കോൺട്രിബ്യൂഷൻ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഉദാർ മർത്താന്ത് എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ആദ്യമായി പബ്ലിഷ് ചെയ്ത ഒരു ഹിന്ദി ന്യൂസ് പേപ്പർ. അത് പബ്ലിഷ് ചെയ്ത് കൽക്കട്ടയിൽ നിന്ന് May 30th 1826 നെക്സ്റ്റ് 13th May 2024 കോർപ്പസ് ക്രിസ്റ്റി ഡേ ആണ്. കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്നത് കാത്തലിക്സ് വേൾഡ് വൈഡ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു ഡേ ആണ്. അതായത് മെയിൻ ആയിട്ട് ട്രിനിറ്റി സൺഡേക്ക് ശേഷം വരുന്ന തേഴ്സ്ഡേ ആണ് ഇന്ത്യൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 2024 അത് May 30 കോർപ്പസ് ക്രിസ്റ്റി. കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ഫ്രേസ് ആണ്. അതിന്റെ അർത്ഥം തന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്നാണ്.
അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന നമ്മുടെ ക്രൈസ്റ്റ് ബ്രെഡും വൈനും എല്ലാം അദ്ദേഹത്തിന്റെ ഡിസിപ്ലിൻസുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് ലാസ്റ്റ് സഫർ കഴിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ഒരു ഡേ റിമംബറൻസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു ഡേ കമ്മമറേറ്റ് ചെയ്യുന്നത്. അപ്പൊ കോർപ്പസ് ക്രിസ്റ്റി എന്ന് പറയുന്നത് ഒരു ഹോളി യുക്കാരിസ്റ്റ് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. മെയിൻ ആയിട്ട് മാസിന്റെ സമയത്ത്, അതായത് ബ്രെഡും വൈനും ട്രൂലി അദ്ദേഹത്തിന്റെ ബോഡിയും ബ്ലഡും ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത് കുറെ പീപ്പിൾസ് ഈ ഡേ റിസീവ് കമ്മ്യൂണിയൻ. ഓക്കെ, urbanization boost nighttime warning in Indian cities, IIT study. ഇപ്പൊ റിസർച്ച് പ്രകാരം, അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഭുവനേശ്വറിന്റെ റിസർച്ച് പ്രകാരം അർബനൈസേഷൻസ് നൈറ്റ് ടൈമിലെ വാർമിംഗ് കൂട്ടുന്നുണ്ട്. മെയിൻ ആയിട്ട് 140ഓളം പ്രോമിനന്റ് ആയിട്ടുള്ള ഇന്ത്യൻ സിറ്റീസിനെ നോൺ അർബൻ ഏരിയാസുമായിട്ട്, സറൗണ്ടിങ് ആയിട്ട് തന്നെയുള്ള നോൺ അർബൻ ഏരിയാസുമായിട്ട് ഇവര് കമ്പയർ ചെയ്തുകൊണ്ടാണ് സ്റ്റഡി നടത്തിയത്. അപ്പൊ ഈ ഒരു റിസർച്ച് പ്രകാരം അഹമ്മദാബാദ്, ജയ്പൂര്, രാജ്കോട്ട് ഇതെല്ലാം ഹയർ അർബൻ എഫക്ട് നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. ഡൽഹി, NCR, അതുപോലെ പൂനെ, ഇത്തരം സ്ഥലങ്ങള് 4th and 5th പ്ലേസിൽ വരുന്നുണ്ട്. അർബനൈസേഷൻ എന്ന് പറയുന്നത് അർബൻ ഹീറ്റ് ഐലൻഡിന് റെസ്പോൺസിബിൾ ആവുന്നുണ്ട്. അതായത് നമുക്കറിയാം അർബൻ ഏരിയാസിൽ കോൺക്രീറ്റും അസ്ഫാൾട്ടിന്റെ ഒക്കെ യൂസ്, അത് റോഡ് കൺസ്ട്രക്ട് ചെയ്യാനും പേയ്മെന്റ്സിനൊക്കെ യൂസ് ചെയ്താണ്. അതിന്റെ ഒരു യൂസ് കൂടുതലാണ്. ഇത്തരം സർഫസസ് ഹീറ്റിനെ ഡേ ടൈമിൽ ഒത്തിരി സ്റ്റോർ ചെയ്ത് വെക്കുകയും ഈവനിങ് ടൈമിൽ അത് റിലീസ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ ഫലമായിട്ട് നൈറ്റ് ടൈമിലെ ടെമ്പറേച്ചർ കൂടുന്നു. അപ്പൊ ഈ സ്റ്റഡി പറയുന്നത് എത്രത്തോളം അർബനൈസേഷൻ കൂടുന്നോ അത്രത്തോളം ലോക്കൽ ക്ലൈമറ്റിൽ ചേഞ്ച് ഉണ്ടാവുകയും അത് നൈറ്റ് ടൈമിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 2 ഡിക്കേഡ്സ് ആയിട്ട് 2003 മുതൽ 2020 വരെ ടെമ്പറേച്ചർ ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ 141 സിറ്റീസിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദ മീൻ അർബൻ എഫക്ട് ഫോർ ഓൾ ദീസ് കൺട്രീസ് അക്രോസ് ഇന്ത്യ എന്ന് പറയുന്നത് പെർ ഡിക്കേഡ് 0.2 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ലീഡ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 37.73% ഓഫ് ടോട്ടൽ അർബൻ വാർമിംഗ് എന്ന് പറയുന്നത് അർബനൈസേഷനുമായിട്ട് ലിങ്ക് ചെയ്താണ്. അതായത് നിയർലി 60% മോർ സറൗണ്ടിങ് നോൺ അർബൻ ഏരിയാസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ് ഇത് വരുന്നത്. അപ്പൊ ഈ നെക്സ്റ്റ്, ഇന്ത്യൻ ആർമി മേജർ രാധിക സെൻ സെലക്ടഡ് ടു റിസീവ് 2023 മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ഇയർ അവാർഡ്. അപ്പൊ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് 2023 മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ്. അത് ഇന്ത്യൻ ആർമിയിൽ ഓഫീസർ ആയിട്ടുള്ള മേജർ രാധിക സെന്നിനാണ് കിട്ടിയത്. ഇപ്പൊ UN സെക്യൂരിറ്റി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗുട്ടറൻസ് ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് UN പീസ് കീപ്പേഴ്സ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, 29th മെയ് ആയിരുന്നു ആ ഒരു ഡേയിൽ ഇത് മേജർ രാധിക സെന്നിന് അവാർഡ് നൽകിയത്. അപ്പൊ ഈ അവാർഡ് UN പീസ് കീപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. അതായത് വേൾഡിന്റെ പല ഭാഗത്ത് മെയിൻ ആയിട്ട് ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് സെറ്റ് ചെയ്യാനും സെക്ഷൽ വയലൻസ്, വുമൻസിനും ചിൽഡ്രൻസിനും ഒക്കെ എതിരായിട്ടുള്ള സെക്ഷൽ വയലൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനും കോൺഫ്ലിക്റ്റഡ് സോൺസിലേക്കും ഒക്കെ പീസ് കീപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് UN പീസ് കീപ്പേഴ്സ്. അത് യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിന്റെ റെസൊല്യൂഷൻ 2000-ലാണ് ഇതിനുവേണ്ട പ്രിൻസിപ്പിൾസ് ഒക്കെ പാസ്സാക്കിയത്. അപ്പോ അത്തരം റെസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാരാണ് UN പീസ് കീപ്പേഴ്സ്. ഓക്കെ, ഇപ്പൊ മേജർ രാധിക എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു ലേഡിയാണ്. അവർ ഇന്ത്യൻ റാപ്പിഡ് ഡിപ്ലോയ്മെന്റ് ബറ്റാലിയൻ സൗത്ത് സുഡാനിൽ 2023 വർക്ക് ചെയ്തിരുന്നു. അപ്പൊ ഇത്തരത്തില് ഇന്ത്യൻ പീസ് കീപ്പർ അവാർഡ് കിട്ടുന്ന സെക്കൻഡ് ഇന്ത്യൻ പീസ് കീപ്പർ ആണ് സെന്ന്. ആദ്യം കിട്ടിയത് മേജർ സുമാൻ ഗവാനിക്കാണ്. സൗത്ത് സുഡാനിലെ UN മിഷന്റെ സെർവ് ചെയ്തതിനാണ് സുമാൻ ഗവാനിക്ക അവാർഡ് 2019 കൊടുത്തത്. ഇന്ത്യൻ മൗണ്ടെയ്നർ Sandhya Gupta becomes first person to scale Mount Everest and Mount Lhotse twice in one season. ഒരേ സീസണില് വേൾഡിലെ ഹയസ്റ്റ് പീക്കും വേൾഡിലെ 4th ഹയസ്റ്റ് പീക്കും കീഴടക്കിക്കൊണ്ട് ഡബിൾ ഡ്യുവൽ അസെൻഡർ നേടിയിരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ മൗണ്ടെയ്നർ ആയിരിക്കുകയാണ് സന്ധ്യാദീപ് ഗുപ്ത. REC wins Sustainability Champion Editor's Choice Award at Outlook Planet Sustainability Summit and Awards 2024. REC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു മഹാരത്ന കാറ്റഗറിയിൽ വരുന്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ്. മിനിസ്ട്രി ഓഫ് പവറിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ ഈ അവാർഡ് സെറമണി ഓർഗനൈസ് ചെയ്യുന്നത് ഔട്ട്ലുക്ക് ഗ്രൂപ്പ് ആണ്. IIT ഗോവയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് നടത്തുന്നത്. അപ്പൊ ഈ അവാർഡ് മെയിൻ ആയിട്ട് സസ്റ്റൈനബിലിറ്റി ഇനീഷ്യേറ്റീവിലേക്കും ഗ്രീനർ ഫ്യൂച്ചറിലേക്കും വേണ്ട പാത്ത് തുറന്നു കൊടുക്കുന്നതിനും വേണ്ടിയിട്ട്
പ്ലഡ്ജ് എടുത്തിരിക്കുന്ന കോർപ്പറേഷൻസിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവാർഡാണ്. NRI couple move mountains, become first Sikh pair in the world to scale Mount Everest. ഇപ്പൊ US സിറ്റിസൺസും NRI couple ആയിട്ടുള്ള 47-year-old ഹർപ്രീത് സിംഗ് ചീമ, അതുപോലെ 40-year-old ആയിട്ടുള്ള നവനീത് കൗർ ചീമ, ഇവർ രണ്ടുപേരും ആദ്യത്തെ സിഖ് കപ്പിൾ ആണ് മൗണ്ട് എവറസ്റ്റിന്റെ ടോപ്പിൽ റീച്ച് ചെയ്യുന്നത്. ഇന്ത്യ സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയേഴ്സ് രുദ്രം 2 എയർ ടു സർഫസ് മിസൈൽ. DRDO സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുകയാണ് രുദ്രം 2 എന്ന് പറയുന്ന എയർ ടു സർഫസ് മിസൈല് Su-30 ഫൈറ്റർ ജെറ്റില് ഇന്ത്യൻ എയർഫോഴ്സ് ആണ് കോസ്റ്റ് ഓഫ് ഒഡീഷയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തത്. പിന്നെ സക്സസ്ഫുള്ളി എയർ ടു സർഫസ് രുദ്ര M2ന്റെ ടെസ്റ്റ് ഫയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രുദ്ര M2 എന്ന് പറയുന്നത് ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള സോളിഡ് പ്രൊപ്പൽഡ് എയർ ലോഞ്ച്ഡ് മിസൈൽ സിസ്റ്റം ആണ്. എയർ ടു സർഫസ് റോൾ ആണ്. സെവറൽ ടൈപ്സ് ഓഫ് എനിമി അസറ്റിനെതിരെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. രുദ്രം എന്താണെന്ന് കൂടെ നോക്കാം. എയർ ടു സർഫസ് മിസൈൽ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ DRDO ആണ്. ഇന്ത്യയുടെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള ആന്റി റേഡിയേഷൻ മിസൈൽ ആണിത്. അപ്പൊ ആന്റി റേഡിയേഷൻ മിസൈൽ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഡിറ്റക്ട്, ട്രാക്ക് ആൻഡ് ന്യൂട്രലൈസ് അഡ്വേഴ്സറി റഡാർ കമ്മ്യൂണിക്കേഷൻ അസറ്റ്, അതുപോലെ റേഡിയോ ഫ്രീക്വൻസി സോഴ്സസ്. അത് ജനറലി നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ വൺസ് രുദ്ര മിസൈല് ഒരു ടാർഗറ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അക്യുറേറ്റ്ലി അതിനെ സ്ട്രൈക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ റേഡിയേഷൻ സോഴ്സ് സ്വിച്ച് ഓഫ് ചെയ്താലും ഇൻ ബിറ്റ്വീൻ സ്വിച്ച് ഓഫ് ചെയ്താലും അക്യുറേറ്റ്ലി അതിന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ മിസൈൽ എന്ന് പറയുന്നത് ഓപ്പറേഷൻ റേഞ്ച് വരുന്നത് മോർ ദാൻ 100 കിലോമീറ്റർ ആണ്. അത് ഫൈറ്റർ ജെറ്റിന്റെ ഒരു ലോഞ്ച് പാരാമീറ്ററിനെ ബേസ് ചെയ്തിരിക്കും. IIT Bombay TCS to build India's first quantum diamond microchip imager. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയും സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് വിത്ത് ടാറ്റ കൺസൾട്ടൻസി സർവീസും കൂടെ ചേർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് ഇമേജർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പൊ ഇതൊരു അഡ്വാൻസ്ഡ് സെൻസിങ് ടൂൾ ആണ്. മെയിൻ ആയിട്ട് സെമി കണ്ടക്ടർ ചിപ്പിന്റെ പ്രിസിഷൻ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഇതുവഴി സാധിക്കും. ചിപ്പ് ഫെയിലിയർ റെഡ്യൂസ് ചെയ്യിക്കാം. ഇലക്ട്രോണിക് ഡിവൈസസിലെ എനർജി എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യിക്കാനും ഇതുവഴി സാധിക്കും. അപ്പൊ ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ചിപ്പിന്റെ ബെറ്റർ ക്വാളിറ്റി കൺട്രോൾ കൊണ്ടുവരും. പ്രൊഡക്ട് റിലയബിലിറ്റി ഇംപ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കും. സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യിക്കും. ഇലക്ട്രിക്കൽ ഡിവൈസസിലെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യിക്കും. അതുപോലെ സെമി കണ്ടക്ടർ ചിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മോഡേൺ ഇലക്ട്രോണിക് ഡിവൈസസിലും ആവശ്യമാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി സ്മാർട്ട് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഇതുവഴി സാധിക്കും. സോ ഇത്തരത്തില് ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഈ ചിപ്പ് ഡിവൈസിൽ ഘടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടിംഗ്, ഹെൽത്ത് കെയർ, മിലിറ്ററി സിസ്റ്റം, ട്രാൻസ്പോർട്ടേഷൻ, ക്ലീൻ എനർജി, ഇത്രയും ഏരിയാസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. DRDO ചീഫ് സമീർ V. കമത്ത് ഗെറ്റ്സ് 1 year എക്സ്റ്റൻഷൻ. അപ്പോൾ ജൂൺ 1 മുതൽ 2024 ടിൽ മെയ് 31, 2025 വരെ അദ്ദേഹത്തിന് ഫർദർ ഓർഡർ കിട്ടുന്നത് വരെ അദ്ദേഹത്തിന്റെ ഒരു പൊസിഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ DRDOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. 1958 അത് ഫോം ചെയ്തത്. ഉത്തർപ്രദേശ് ലീഡ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ അഡീഷൻസ് ബൈ സ്റ്റേറ്റ് യൂട്ടിലിറ്റീസ്. അക്കോർഡിംഗ് ടു സ്റ്റാറ്റിസ്റ്റിക്സ്, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ UP ആഡിംഗ് ട്രാൻസ്മിഷൻ ലൈൻസ് ഓഫ് 4,460 സർക്യൂട്ട് കിലോമീറ്റർ ഇതിൽ ടോപ്പ് ലിസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ യൂട്ടിലിറ്റീസ് ഭാഗമായിട്ട് അത് ഫിനാൻഷ്യൽ 2024 ഡാറ്റയാണ്. ഇപ്പൊ ഗുജറാത്ത് എനർജി ട്രാൻസ്മിഷൻ കോർപ്പറേറ്റഡ് ലിമിറ്റഡ് 898 സർക്യൂട്ട് കിലോമീറ്ററോളം സർക്യൂട്ട് എത്തിച്ചിട്ടുണ്ട്. സെക്കൻഡ് പ്ലേസിൽ വന്നിരിക്കുകയാണ്. തേർഡ് പ്ലേസിൽ തമിഴ്നാടുമാണ്, 753 സർക്യൂട്ട് കിലോമീറ്റർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ unveils പ്രവാഹ് പോർട്ടൽ, റിറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ആൻഡ് ഫിൻടെക് റിപ്പോസിറ്ററി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ ശക്തികാന്ത ദാസ് 3 മേജർ ഇനീഷ്യേറ്റീവ്സ് റിസർവ് ബാങ്കിന്റെ അൺവീൽ ചെയ്തിരിക്കുകയാണ്. പ്രവാഹ് പോർട്ടൽ, റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് ആൻഡ് ഫിൻടെക് റെപ്പോസിറ്ററി. ഇപ്പൊ പ്രവാഹ് പോർട്ടൽ എന്ന് പറയുന്നത് എനി ഇൻഡിവിജ്വലും എൻറ്റിറ്റിക്കും വേരിയസ് റെഗുലേറ്ററി അപ്രൂവൽസിന് വേണ്ടിയിട്ടുള്ള ഒരു കൺവീനിയന്റ് പ്ലാറ്റ്ഫോം ആണിത്. പിന്നെ ഈ പോർട്ടൽ എന്ന് പറയുന്നത് വേരിയസ് പ്രോസസ്സിന്റെ എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യും. മെയിൻ ആയിട്ട് അപ്രൂവൽസ്, റെഗുലേറ്ററി അപ്രൂവൽസ് ഗ്രാൻഡ് ചെയ്യുക, റിസർവ് ബാങ്കിന്റെ ക്ലിയറൻസസ് കിട്ടുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യാനാണ് സഹായിക്കുന്നത്. റീറ്റെയിൽ ഡയറക്ട് മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് സീംലെസ് ആയിട്ടും കൺവീനിയന്റ് ആയിട്ടും റീറ്റെയിൽ ഡയറക്ട് പ്ലാറ്റ്ഫോമിലേക്ക് ആക്സസ് കൊടുക്കുന്ന ഒന്നാണ്. ഇതുവഴി ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ട്രാൻസാക്ഷൻസ് കുറച്ചും കൂടി എളുപ്പത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഫിൻടെക് റിപ്പോസിറ്ററി എന്ന് പറയുന്നത് റിച്ച് റിപ്പോസിറ്ററി ഡാറ്റ, ഇന്ത്യൻ ഫിൻടെക് ഫേംസിന്റെ ഡാറ്റ അതിനകത്തുണ്ട്.
ഈ സെക്ടർ അതിന്റെ റെഗുലേറ്ററി പെർസ്പെക്ടീവ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ പോളിസി അപ്രോച്ചസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാനും ഫെസിലിറ്റേറ്റ് ചെയ്യാനും ഇതുവഴി എളുപ്പത്തിൽ സാധിക്കും. ഓസ്കാർ വിന്നിംഗ് പ്രൊഡ്യൂസർ ആൽബർട്ട് എസ് റൂഡി പാസസ് എവേ അറ്റ് 94. അപ്പൊ ഓസ്കാർ വിന്നിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ആണ് ആൽബർട്ട് എസ് റൂഡി. അദ്ദേഹം ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള കനേഡിയൻ അമേരിക്കൻ ഫിലിം ആൻഡ് ടി വി പ്രൊഡ്യൂസർ ആണ്. അദ്ദേഹം ദ ഗോഡ് ഫാദർ, $1,000,000 ബേബി എന്നീ പറയുന്ന 2 മൂവീസിന് വേണ്ടി ഓസ്കാർ വിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം 94-ാമത്തെ വയസ്സിൽ മരണം അടഞ്ഞിരിക്കുകയാണ്. മെയ് 31 വേൾഡ് നോ ടുബാക്കോ ഡേ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് വേൾഡ് നോ ടുബാക്കോ ഡേ 1987 ക്രിയേറ്റ് ചെയ്തത്. മെയിൻ ആയിട്ട് ഈ ടുബാക്കോ കൺസ്യൂം ചെയ്യുന്നതിനുള്ള ഹസാർഡസ് ഇഫക്റ്റ് അതിന്റെ അറ്റൻഷൻ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇന്റർഫറൻസ് എന്നുള്ളതാണ്. സ്റ്റാർട്ടപ്പ് അഗ്നി കൂൾ ലോഞ്ചസ് വേൾഡ്സ് ഫസ്റ്റ് റോക്കറ്റ് വിത്ത് ഫുള്ളി 3D പ്രിന്റഡ് എഞ്ചിൻ. അപ്പൊ ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ടെക് സ്റ്റാർട്ടപ്പ് ആണ് അഗ്നികൂൾ കോസ്മോസ് എന്ന് പറയുന്നത്. അവര് വളരെ വലിയൊരു ഹിസ്റ്ററിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് സെമി ക്രയോജനിക് എഞ്ചിൻ ഇനാബിൾഡ് ആയിട്ടുള്ള ഒരു ലോഞ്ച് വെഹിക്കിൾ ശ്രീഹരിക്കോട്ടയിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് അവര് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അഗ്നികൂളില് അഗ്നി ഭാൻ സോർട്ടഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ റോക്കറ്റ് ആണ് ഒരു ഫുൾ സ്കെയിൽ ഓർബിറ്റൽ ലോഞ്ച് ലേറ്റർ ദിസ് ഇയർ വിടാൻ പോകുന്നത്. അത് അൾട്ടിമേറ്റ്ലി കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നെക്സ്റ്റ് മൺസൂൺ റോക്സ് ഇൻ പബ്ലിക് ടു മോണിറ്റർ കേരളാസ് ക്രോപ്സ്. ഇപ്പൊ സെന്റർ ഫോർ സിറ്റിസൺ സയൻസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി ഇൻഫോർമാറ്റിക്സ്, അത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അണ്ടറിൽ വരുന്നതാണ്. അവര് മൺസൂൺ ക്രോപ്സ് ബയോബ്ലിറ്റ്സ് 2024 എന്ന് പറയുന്ന ഒരു സിറ്റിസൺ സയൻസ് പ്രോഗ്രാം എയിം ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് കേരളത്തിലെ മൺസൂൺ സീസണിലെ ക്രോപ്സിനെ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബയോബ്ലിറ്റ്സ് നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അതൊരു ഇന്റൻസ് സർവേ ആണ്. മെയിൻ ആയിട്ട് ഒരു ഇറ്റ്സ് കണ്ടക്ടഡ് ഓവർ എ പീരീഡ്, അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് മെനി സ്പീഷീസ് പോസിബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന സ്പീഷീസുകളെല്ലാം ഐഡന്റിഫൈ ചെയ്യാനും ഡോക്യുമെന്റ് ചെയ്യാനുമുള്ള ഒരു സർവേ ആണിത്. ആക്ച്വലി ഒരു ഗ്ലോബൽ മെത്തേഡ് ഓഫ് പാർട്ടിസിപ്പേറ്ററി സർവേ ആണ്. സിറ്റിസൺസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവേ ആണ്. മേജർ റാദിക സെൻ ഓണേർഡ് വിത്ത് യുഎൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് അവാർഡ്. അപ്പൊ അദ്ദേഹത്തിന് ആ അവാർഡ് കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇവർക്ക് ട്രൂ ലീഡർ ആൻഡ് റോൾ മോഡൽ എന്നുള്ള ഒരു പേരോട് കൂടിയാണ് സെക്രട്ടറി ജനറൽ ആയിട്ടുള്ള അന്റോണിയോ ഗട്ടറസ് ഈ ഒരു അവാർഡ് അവർക്ക് സമ്മാനിച്ചത്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഒരു മിഷന് വേണ്ടിയിട്ടാണ് ഇവർ വർക്ക് ചെയ്തിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് ഇവർക്ക് കൊടുത്തത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.